നമസ്കാരം സുഹൃത്തുക്കളെ, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും കളക്ടർമാരുടെ യോഗം ചേർന്നിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റവന്യൂ മന്ത്രിയുമായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും കളക്ടർമാരുമായിട്ട് ഓൺലൈൻ യോഗമാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പല പരിപാടികളും റദ്ദാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് തീവ്രമായിട്ടുള്ള പ്രവചിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ല കൂടി ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. നിലവിൽ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വടക്കൻ ജില്ലകളിലെ കാര്യമാണ്. വടക്കൻ ജില്ലകളിൽ അടുത്ത മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ തുടരും എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. കഴിഞ്ഞ മണിക്കൂറിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടർന്നിരുന്നു. ഇതേ സാഹചര്യമാണ് വരും മണിക്കൂറുകളിലും ഉണ്ടാകുന്നത് എങ്കിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടാനുള്ള സാധ്യതയും കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലും ഈ ജില്ലകളിലുമൊക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ കോഴിക്കോടും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. പല മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഡാമിൻ്റെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഡാമുകളിലെയും ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി പബ്ല ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ചെയ്തു. ഇടുക്കി കല്ലാർ ഡാമിൻ്റെ ഷട്ടറും ഇപ്പോൾ തുറന്നു. ഇടുക്കി മലങ്കര ഡാമിൻ്റെ ഷട്ടറുകളും ഓപ്പൺ ചെയ്തു. അതുപോലെ തൃശ്ശൂർ പെരിങ്ങൽകുത്ത് ഡാം റെഡ് അലേർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കുറ്റ്യാടി ചുരത്തിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. ഗതാഗതം നേരിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതേപോലെയുള്ള മഴയാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഗതാഗതം പൂർണ്ണമായിട്ടും കുറ്റ്യാടി ചുരത്തിൽ തടസ്സപ്പെട്ടേക്കാം. കടുത്ത കോടയും മഞ്ഞും രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് വാഹനവുമായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്.